കൂട്ടുകാരെ, എല്ലാവരെയും വീണ്ടും യോഹന്നാന്റെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാവുന്നു പരിചിന്തിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായി 12-ഉം 13-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. 11-ാം വാക്യം പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാണ് ഈ അവൻ? അതിൻ്റെ തൊട്ടു മുന്നിലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചിന്തിച്ചപ്പോൾ യേശുവിനെ തൻ്റെ സ്വന്തക്കാർ സ്വീകരിച്ചില്ല. എന്നാൽ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത്. കൂട്ടുകാരെ, നമ്മൾക്ക് ദൈവമക്കൾ ആകുവാൻ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾക്ക് പറയുന്ന ഒരു ബൈബിൾ വാക്യം നമുക്കൊന്ന് പരിചിന്തിക്കാം. നമുക്ക് റോമറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കൾ ആകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർക്ക് മാത്രമേ ദൈവമക്കൾ ആകുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ അർത്ഥം, കൂട്ടുകാരെ, യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ പിതാവായ ദൈവത്തെ അനുസരിച്ച് നടന്നത്. ആ ആത്മാവ്, യേശുവിൽ പ്രവർത്തിച്ച ആ ആത്മാവ് നമ്മളിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ യേശുവിനെ നമ്മൾ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമക്കൾ ആകുവാനുള്ള അധികാരം പിതാവായ ദൈവം തന്നത് എന്നതാണ്. അതൊന്നുകൂടെ വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. പിതാവായ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന മക്കൾക്ക് യേശുവിനെ രക്ഷിതാവും ദൈവപുത്രനുമായി സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കൾ ആകുവാൻ പറ്റും എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. കൂട്ടുകാരെ, ഇനിയും നമുക്ക് വീണ്ടും റോമറിന്റെ പുസ്തകം ഈ 8-ാം അധ്യായം തന്നെ അതിൻ്റെ 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് ആരാണ് പറയുന്നത്? നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ് നമ്മൾ ദൈവമക്കളാണ്. ഇനിയും കൂട്ടുകാരെ, നമുക്ക് 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന്